ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പാസ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോണിനകത്ത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും വാട്സപ്പ്. ഒരുപക്ഷെ അത് നമ്മുടെ ജോലിയെയോ നമ്മുടെ പഠനത്തെയോ വരെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും വാട്സപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. മെസ്സേജസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തൊക്കെ നമ്മളങ്ങനെ എന്താ പറയുന്നത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം നഷ്ടപ്പെടാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ സാധാരണ ചെയ്യുന്ന കാര്യം മൊബൈൽ ഫോണിനകത്തെ ഡേറ്റ ഓഫ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലോട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നെറ്റ് ഓഫ് ചെയ്ത് വെക്കും. യാതൊരു രീതിയിലുള്ള ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ചില ഫോണുകളിൽ ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫോണിലും ലഭിക്കത്തില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വേണമെങ്കിൽ വാട്സപ്പിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നെറ്റിനെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബോ ജിമെയിലോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വാട്സപ്പിലോട്ട് വരുന്ന ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രം നമുക്ക് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കയറി വരും. അതിനകത്ത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ റെസ്ട്രിക്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ ഫോണിലും ഒരുപക്ഷെ കാണത്തില്ല. റെസ്ട്രിക്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഡേറ്റയാണോ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്, വൈഫൈ ആണോ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്, ഇനി മൊബൈലും വൈഫൈയും റെസ്ട്രിക്റ്റ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പം അതെല്ലാം നിങ്ങൾക്ക് എനേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതിനെ ഡിസേബിൾ ആക്കിയാൽ മതി. ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് ത്രൂ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അവിടെ ബ്ലോക്ക് ആയി പോകും. ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് സാധാരണ പോലെ തന്നെ ഇൻ്റർനെറ്റിലൂടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് കുറേ നേരത്തേക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാർ കാണും. അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും. നിങ്ങളും തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ അടുത്തുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഓരോ വീഡിയോയും നിങ്ങളുടെ ഫോണിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.